إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة أيها الناس اتقوا الله عباد الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولا تكونوا كالذين تفرقوا واختلفوا من بعد ما جاءهم البينات وأولئك لهم عذاب عظيم. വിശ്വാസിനികളെ അള്ളാഹുവിൻ്റെ നിയമ നിർദ്ദേശങ്ങൾക്ക് വഴിപ്പെട്ട് തഖ്വയുള്ളവരായി ജീവിക്കണമേ എന്ന് എന്നോടും നിങ്ങളോടും ഉണർത്തുകയാണ്, ഉത്ബോധിപ്പിക്കുകയാണ്. ഇസ്ലാമിക സമൂഹത്തിലെ കക്ഷിത്വത്തെ സംബന്ധിച്ച് അഥവാ സൂഫികൾ പോലെയുള്ള ആളുകൾക്ക് സംഭവിച്ച അപാകതകളെ സംബന്ധിച്ച് നമ്മൾ പറയുകയുണ്ടായി. ഒന്ന്, കൃത്യമായും ഇസ്ലാമിക ശരീഅത്തിൻ്റെ ഉറവിടമാകുന്ന പരിശുദ്ധ ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും അകന്നു എന്നുള്ളതാണ്. മറ്റൊന്ന്, പ്രബോധക പ്രസ്ഥാനം എന്ന നിലയിൽ ആ ദഅവത്തിന്, പ്രബോധനത്തിന് ഏതൊന്നിനാണോ സ്ഥാനം നൽകേണ്ടത് അതിന് പ്രാമുഖ്യവും പ്രാധാന്യവും നൽകാതിരുന്നു എന്നതാണ് അടുത്ത അതിൻ്റെ കാരണം. ഒരുപാട് വിഷയങ്ങൾ നമ്മളന്ന് പറഞ്ഞു തസൗഫുമായി ബന്ധപ്പെട്ട്. ഇനി അടിസ്ഥാനപരമായി പരിശുദ്ധ ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും അകലുന്നതിനോട് കൂടെ ഒരു ഇസ്ലാമിക കക്ഷിയാണ്, അല്ലെ വിഭാഗമാണ്, അതിൽപ്പെട്ട ഒരു ഫിർഖത്താണ് എന്ന് പറയുമ്പോൾ തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദിന്റെ ദഅവത്തിന് പ്രാധാന്യം കൽപ്പിച്ചില്ല, പ്രാധാന്യം കൽപ്പിക്കുന്നില്ല എന്നത് വളരെ സുപ്രധാനമായ ഒരു കാരണമാണ്. കാരണം കലിമത്ത് തൗഹീദിന് പ്രാധാന്യം കൽപ്പിക്കാതെയുള്ള ഏതൊരു ദഅവത്തിനും മനുഷ്യർക്കിടയിൽ എന്നല്ല, മുസ്ലിങ്ങൾക്കിടയിൽ എന്നല്ല, ലോകത്ത് ഒരു പരിവർത്തനവും ഉണ്ടാക്കുവാൻ കഴിയുകയില്ല.
സമൂഹത്തിൻ്റെ അഥവാ സൊസൈറ്റിയുടെ നമ്മെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മുസ്ലിം ഉമ്മത്തിൻ്റെ സമൂലമായ ഒരു പരിവർത്തനം, ഒരു ഇസ്സത്ത്, ഒരു റിഫഅത്ത് നമുക്ക് ലഭിക്കണമെങ്കിൽ നാം ആ തൗഹീദിലേക്കും ആ തൗഹീദിന്റെ ദഅവത്തിലേക്കും അത് റസൂലുള്ള നിർവഹിച്ച കാലഘട്ടത്തിലേക്കും അതിലൂടെ മുഹമ്മദ് നബി നേടിയ നേട്ടങ്ങളിലേക്കും നാം നമ്മുടെ മനസ്സിനെ കൊണ്ടുപോകണം. അപ്പോഴേ നമ്മൾക്കതിന് പ്രാധാന്യം മനസ്സിലാവൂ. അല്ലാത്തടത്തോളം കാലം ഒരൊറ്റയൊന്നും നന്നാവൂല. വെറുതെ പറയാന്ന്, ഓ നന്നാവും, ഇവൻ നന്നാവും, അത് നല്ലവനാന്ന്, ഇവൻ നല്ലവനാന്ന്. തൗഹീദില്ലേ? ഓ എന്തെന്നാ പറഞ്ഞ ഖുർആൻ? ഇന്നമൽ മുശ്രികൂന നജസുൻ. എന്താ നജസ് എന്ന് പറഞ്ഞാൽ മാലിന്യം. എന്തെന്നാ മാലിന്യം എന്ന് പറഞ്ഞാൽ ഓൻ തൊട്ടാ കയ്യേക്കണമെന്നാ? അല്ല, അവന്റെ കൽബ് മലിനമാണ്. ഖുർആൻ പറഞ്ഞ സൂറത്ത് തൗബയിൽ ജുമാ കഴിഞ്ഞിട്ട് മറിച്ചു നോക്കെ, ഇന്നമൽ മുശ്രികൂന നജസുൻ. തൊട്ടാ കയ്യേക്കണം എന്നല്ല, അവന്റെ കൽബിൽ ആത്മീയമായ വിശുദ്ധിയില്ല, അഥവാ അവന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് തകരാറ് സംഭവിച്ചിരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ദഅവത്ത് നടത്തിയ സമൂഹം എല്ലാവിധ തിന്മയുടെയും വക്താക്കളും പ്രയോക്താക്കളും വാരിപ്പുണർന്നവരുമായിരുന്നു. എല്ലാ തിന്മയുണ്ടായിരുന്നു അവിടെ. ശിർക്ക് മുതൽ മറ്റ് ഹറാമുകൾ മുതൽ മദ്യപാനം, വ്യഭിചാരം, പിന്നൊന്നും പറയണ്ടില്ലല്ലോ. എല്ലാ ഫവാഹിഷ് എന്ന് പറഞ്ഞാൽ മ്ലേച്ഛതകൾ, തോന്നിവാസങ്ങൾ, വേണ്ടാവൃത്തികൾ ഉണ്ടായിരുന്ന സമൂഹ. റസൂലുള്ള എന്തേ അവരെ ചെയ്തത്? റസൂലുള്ള അവരോട് ആത്മീയ ജ്ഞാനം പറഞ്ഞു കൊടുക്കാൻ ചെയ്ത്, തസൗഹ് പഠിപ്പിക്കുക ചെയ്ത്, സുഹുദ് പഠിപ്പിക്കുക ചെയ്തത്, ഖനായത്ത് പഠിപ്പിക്കുക ചെയ്ത്, മുക്കാശഫാത്തിൽ നിന്ന് എനിക്ക് ഇൽമ് കിട്ടുന്നുണ്ട്, അത് വെച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അതുകൊണ്ട് നിങ്ങൾ കേൾക്കണം എന്നാ പറഞ്ഞ്. എന്തെന്നാ പറഞ്ഞ റസൂലുള്ള? ഇമാം ബുഖാരി തന്റെ സഹീഹുൽ ബുഖാരിയിൽ രേഖപ്പെടുത്തുന്ന 4707 നമ്പർ ഹദീസ്, ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രബോധനം ചെയ്ത സമൂഹത്തിന്റെ പരിസ്ഥിതിയെപ്പറ്റി, പശ്ചാത്തലത്തെപ്പറ്റി, അവരുടെ സ്വഭാവത്തെ സംബന്ധിച്ച് ആയിഷ റളിയല്ലാഹു അൻഹ വിവരിക്കുന്ന സുദീർഘമായ ഒരു ഹദീസിന്റെ മധ്യഭാഗം ഇമാം ബുഖാരി തന്റെ സഹീഹിൽ ഉദ്ധരിച്ചതാണ്. ആയിഷായി പറയാന്ന്, ഇന്നമാ നുസില അവ്വലുമാ നുസില മിൻ സൂറത്തും മിനൽ മുഫസ്സൽ. അല്ലാഹുവിന്റെ റസൂലിന് ആദ്യമായി അവതരിപ്പിക്കപ്പെട്ടത് മുഫസ്സലായ സൂറത്തുകളാണ്, അഥവാ സൂറത്ത് ഖാഫ് മുതൽ സൂറത്തു നാസ് വരെയുള്ള സൂറത്തുകളാണ് മുഫസ്സൽ എന്ന് പറയുന്നത്. അതില് തിവാലുൽ മുഫസ്സലുണ്ട്, ഔസാത്തുൽ മുഫസ്സലുണ്ട്, ഖിസാറുൽ മുഫസ്സലുണ്ട്. ചെറുതുണ്ട് വലുതുണ്ട് എന്നർത്ഥം. എന്തെന്നാ ഈ മുഫസ്സലായ സൂറത്തിന്റെ പ്രത്യേകത? അതില് വിശ്വാസപരമായ കാര്യങ്ങളുടെ വിശദീകരണമാണ് ആ സൂറകളിലുള്ളത്. ഈമാൻ, അഖീദ, ആഖിറം, പരലോകം ഊട്ടിയുറപ്പിക്കുന്ന തത്വസംഹിതകളും വിശദീകരണങ്ങളും അതുമായി ബന്ധപ്പെട്ട വിശ്വാസങ്ങളുമാണ് സൂറത്തുൽ ഖാഫ് മുതൽ സൂറത്തുൻ നാസ് വരെയുള്ള സൂറകളിലുള്ളത്. വേറെ സൂറത്തിൽ ഇല്ല എന്നല്ല, ആദ്യമായി അവതരിപ്പിക്കപ്പെട്ടത്. എന്നിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ പറയാന്ന്, ജനങ്ങളുടെ മനസ്സൊക്കെ ഈമാനിലേക്ക് ഭാഗപ്പെട്ട്, ഇസ്ലാമിലേക്ക് ഭാഗപ്പെട്ട്, പരിശുദ്ധ തൗഹീദ് എന്താണ്, വിശ്വാസം എന്താണ്, ഈമാൻ എന്താണ്, അഖീദ എന്താണ്, പരലോകം എന്താണ്, ആഖിറം എന്താണ് എന്ന് അവരൊക്കെ മനസ്സിലാക്കിയപ്പോൾ നസലൽ ഹലാൽ വൽ ഹറാം, അവിടെയാണ് ഹലാലും ഹറാമും അവതരിപ്പിക്കപ്പെടുന്നത്. എന്നിട്ട് പറയാം ആയിഷ റളിയല്ലാഹു അൻഹ, ആദ്യം തന്നെ അള്ളാഹുവിന്റെ റസൂലിന് അവതരിപ്പിക്കപ്പെട്ട ആദ്യത്തെ ആയത്തുകളിൽ നിങ്ങൾ മദ്യം കഴിക്കരുത്, നിങ്ങൾ വ്യഭിചരിക്കരുത് എന്ന് തൗഹീദിന്റെ മുന്നേ, ആഖിറത്തിന്റെ മുന്നേ, വിശ്വാസം ശരിപ്പെടുന്നതിന്റെ മുന്നേ ഈ കാര്യം അവരോട് പറഞ്ഞിരുന്നെങ്കിൽ
ലഖാലൂ ലാ നദഉ സിനാ അബദാ. അവർ പറയുമായിരുന്നു, ഞങ്ങൾക്ക് വ്യഭിചാരം നിർത്തുക സാധ്യമല്ല, ഞങ്ങൾക്ക് മദ്യം നിർത്തുക സാധ്യമല്ല എന്നവർ പറയുമായിരുന്നു. ഇനി എന്തെന്നേ അവർ പറയാണ്ട് ഇന്ന് അവരെ ഈമാൻ ശരിപ്പെട്ടു. ഹത്താ ഇദാ സാബന്നാസു ഇലൽ ഇസ്ലാം, ഇസ്ലാമിലേക്ക്, ഈമാനിലേക്ക്, വിശ്വാസത്തിലേക്ക്, തൗഹീദിലേക്ക്, അഖീദയിലേക്ക്, ഇബാദത്തിലേക്ക് അവരെ ഈമാനൊക്കെ ശരിപ്പെട്ട് റെഡിയായി. ഇനി അവരോട് പറയാ കള്ളുടിക്കാൻ പാടില്ല, വ്യഭിചരിക്കാൻ പാടില്ല. അതോടുകൂടെ എന്തായി? നല്ല മുവഹ്ഹിദീങ്ങളായ തൗഹീദുള്ള ഒരു സമൂഹം അവിടെ രൂപപ്പെട്ടു. ഇതാ ഞാൻ പറഞ്ഞത്, സമൂലമായ പരിവർത്തനം, അടിസ്ഥാനപരമായ ഒരു മാറ്റം സമൂഹത്തിലും സൊസൈറ്റിയിലും ഉദ്ദേശിക്കുന്നവൻ, അത്തരത്തിലുള്ള ആളുകൾ ആദ്യമേ ചെയ്യേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് മുൻതൂക്കം നൽകുക, അതിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുക, അങ്ങനെ ഈമാൻ ശരിപ്പെടുത്തുക. ആ ഈമാൻ ശരിപ്പെട്ട സമൂഹത്തിൽ നിന്ന് എല്ലാ മ്ലേച്ഛതകളും, എല്ലാ വേണ്ടാവൃത്തികളും, എല്ലാ തിന്മകളും, എല്ലാ ഫവായിഷുകളും തുടച്ചു നീക്കപ്പെടും. മുഹമ്മദ് നബിയും പൂർവികരായ സ്വഹാബത്തും അതിൻ്റെ ഉദാഹരണം. ഞാൻ എൻ്റെ വക പറയല്ല, ഇതിന് വ്യാഖ്യാനം കൊടുത്തു ആര്? ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹിമഹുല്ലാഹ്. അദ്ദേഹം പറഞ്ഞ എന്താ? പരിശുദ്ധ ഖുർആനിൽ നിന്ന് ആദ്യമായി അവതരിപ്പിക്കപ്പെട്ടത് തൗഹീദിലേക്ക് ക്ഷണിച്ചുകൊണ്ടുള്ള ആയത്തുകളായിരുന്നു. ആ തൗഹീദിലേക്ക് ക്ഷണിച്ചുകൊണ്ടുള്ള ആയത്തുകൾ കേട്ട് വഴിപ്പെട്ടവന് സ്വർഗമുണ്ടെന്നും വഴിപ്പെടാത്തവന് നരകമുണ്ടെന്നും ഉള്ള വിശ്വാസം അവരെ ഖൽബിൽ രൂഢമൂലമായപ്പോൾ, അഥവാ ഉറച്ചപ്പോൾ, അവരിൽ നിന്ന് എല്ലാ തിന്മകളും മാഞ്ഞു പോവുകയുണ്ടായി. എല്ലാ വേണ്ടാവൃത്തികളും അവരിൽ നിന്ന് സ്വമേധയാ മാഞ്ഞുപോയി. പിന്നെ അള്ളാഹ് ഇങ്ങനെ ഹുക്കുമുകൾ ഇറക്കി, അഹ്കാമുകൾ ഇങ്ങനെ ഇറക്കി, ഓരോന്നായിട്ട് ഇറക്കി കൊടുത്തു. അത് അവരപ്പടി സ്വീകരിച്ചു. അവർ സ്വീകരിച്ചു. കാരണം റസൂലല്ലേ പറയുന്നത്, വഹീന്റെ അടിസ്ഥാനത്തിലല്ലേ. റസൂൽ തന്നെ സ്വന്തം വകയല്ലല്ലോ. ഇവിടെ പറയുന്നതോ ഷെയ്ഖിന്റെ അഭിപ്രായം, ഇമാമിന്റെ അഭിപ്രായം, ഖുതുബിന്റെ അഭിപ്രായം, അഖ്താബിന്റെ അഭിപ്രായം, ഖുർആൻ സുന്നത്തും അല്ല. അതുകൊണ്ട് തന്നെ സമൂലമായ പരിവർത്തനം സാധ്യമല്ല. ഖുർആൻ പറഞ്ഞ എന്തെന്നാ ഞാൻ നിങ്ങൾ ഓതി കേൾപ്പിച്ച സൂറത്ത് ആലി ഇംറാനിലെ 105-ാമത്തെ ആയത്തിൽ വലാ തകൂനു, നിങ്ങളാകരുത്, ആവരുത്, കല്ലദീന തഫറഖു, ഭിന്നിച്ചവരെ പോലെ, തഫറഖു അവർ ഫിർഖത്തായി, കക്ഷികളായി പിരിഞ്ഞു, വഖ്തലഫു അവർ അഭിപ്രായ വ്യത്യാസത്തിലായി, ഭിന്നിപ്പിലായി, മിൻ ബഅദി മാ ജാഅഹുൽ ബയ്യിനാത്തു, തെളിവുകളൊക്കെ വന്നതിന് ശേഷം. തെളിവ് കിട്ടാത്ത കുഴപ്പാന്ന്, ഖുർആൻ അറിയാത്ത കുഴപ്പാന്ന്. ഇപ്പറയുന്ന ആളുകൾക്ക് എല്ലാവർക്കും ഈ ഖുർആൻ തന്നെയല്ലേ, അബൂബക്കർ റളിയല്ലാഹു കേട്ട ഖുർആൻ തന്നെയല്ലേ അബൂജഹലും കേട്ട്. രണ്ടാൾക്ക് ഒരു ഖുർആനല്ല മുഹമ്മദ് നബി പറഞ്ഞു കൊടുത്തത് അല്ലേ? അബൂബക്കർ റളിയല്ലാഹു അൻഹു, അബൂജഹലോ ലഅനത്തുല്ലാഹി അന്ന്. കേട്ട രണ്ടാളും ഒരേ ഖുർആനാണ്. അപ്പൊ കേൾക്കാത്തയും ഇറക്കപ്പെടാത്തയും പഠിക്കാത്തയും കുഴപ്പമില്ല, അതിൽ ഭിന്നിച്ചു. എന്നിട്ട് ഖുർആൻ പറയുന്നു, ബയ്യിനാത്തുകൾ വന്നതിന്റെ ശേഷം സുവ്യക്തമായ രേഖ എന്ന് പറയുന്ന നമ്മെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും വിശദീകരിച്ച് പറഞ്ഞാൽ ഇജ്മാഉം ഖിയാസും കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞല്ലോ. അതിന് ശേഷം ഭിന്നിച്ചു. വഉലൈക ലഹും അദാബുൻ അളീം, ഭയങ്കര കഠോരമായ ശിക്ഷയാണ് അവർക്കുള്ളത് എന്ന് പരിശുദ്ധ ഖുർആൻ സൂറത്ത് ആലി ഇംറാൻ 105 പറഞ്ഞു. ഇനി നിങ്ങൾ നോക്ക്, അതാ ഇബ്നു യസാർ റളിയല്ലാഹു അൻഹു, അംർ ഇബ്നുൽ ആസ് റഹിമഹുല്ലാഹ്, ഇവർ രണ്ടാളും കൂടി നടക്കുന്ന ഒരു സംഭാഷണം ഇതേ പ്രകാരം തന്നെ ഇമാം ബുഖാരി തന്റെ അദബുൽ മുഫ്രദിൽ രേഖപ്പെടുത്തുന്നുണ്ട്. എന്താ സംഭവം എന്നറിയാം? അതാ ഇബ്നു യസാർ റളിയല്ലാഹു അൻഹു അംർ ഇബ്നുൽ ആസിയോട് ചോദിക്കുകയാണ്, നിങ്ങൾ തൗറാത്തിന്റെ ഒക്കെ ഭാഗങ്ങൾ പഠിച്ച ആളല്ലേ, നിങ്ങൾ തൗറാത്തൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ? അതെ. അഖ്ബിർനീ ബിസിഫത്തി റസൂലില്ലാഹ്, അള്ളാഹുവിന്റെ റസൂലിനെ പറ്റി തൗറാത്തിൽ പറഞ്ഞ വിശേഷം എന്തൊക്കെയാണ് എന്ന് നിങ്ങളൊന്ന് എനിക്ക് പറഞ്ഞു തരണം.
അപ്പൊ അദ്ദേഹം പറഞ്ഞു കൊടുത്തു. അത് ഖുർആനിൽ പറഞ്ഞൊക്കെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. യാ അയ്യുഹൻ നബിയു ഇന്നാ അർസൽനാക ഷാഹിദൻ വ മുബശ്ശിറൻ വ നസീറൻ എന്നിങ്ങനെയുള്ള ആ കാര്യങ്ങളൊക്കെ ആയത്തൊക്കെ പറഞ്ഞു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു അള്ളാഹുവിന്റെ റസൂലിന്റെ കുറെ നല്ല സ്വഭാവങ്ങൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങാടി കൂടെ ശബ്ദകോലാഹലങ്ങൾ ഉണ്ടാക്കുകയില്ല, നല്ല പരുഷമായി പെരുമാറുകയില്ല, വളരെ ലാളിത്യത്തിൽ പെരുമാറുന്ന ആളാണ്, നല്ല ഉത്കൃഷ്ട സ്വഭാവത്തിന്റെ ആളാണ് എന്നിത്യാദി കാര്യങ്ങളെല്ലാം അതാഉ ഇബ്നു യസാറിനെ അംർ ഇബ്നുൽ ആസ് വിശദീകരിച്ചു കൊടുത്തു. അവസാനമായി അദ്ദേഹം പറഞ്ഞൊരു കാര്യം, അതാ നമ്മളെ വിഷയത്തിന്റെ മർമ്മം. എന്തെന്ന്? വലൻ യുഖ്ബിലഹുല്ലാഹ്, തൗറാത്തിലുണ്ട്. മൂസാ നബിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ തൗറാത്തിലുണ്ട്. എന്ത്? ലൻ യഖ്ബിലഹുല്ലാഹ്, അല്ലാഹു മുഹമ്മദ് നബിയെ മരിപ്പിക്കയില്ല, തിരിച്ചു വിളിക്കയില്ല, റഫീഖുൽ അഅലയിലേക്ക് തിരിച്ചു വിളിക്കുകയില്ല. ഹത്താ യുഖീമ ബിഹി അൽ മില്ലത്തൽ ഔജാ, ഇബ്രാഹിമി ആദർശത്തിലേക്ക് ശിർക്ക് കലർന്ന വക്രീകരിക്കപ്പെട്ട വളഞ്ഞു പോയ ആ ശിർക്കിൻ്റെതായിരിക്കുന്ന വഴിയെ നേരെയാക്കാതെയും കണ്ട്. ഇബ്രാഹിം നബിയുടെ ആദർശം എന്താ? അദ്ദീനുൽ ഹനീഫിയ്യ, അദ്ദീനുൽ ഹനീഫിയ്യ ഔ അൽ മില്ലത്തുൽ ഹനീഫിയ്യ. ഹനീഫിയ്യ മതം. എന്താ ഹനീഫിയ്യ മതം എന്ന് പറഞ്ഞാല്? ശിർക്കില്ലാത്ത, ഋജുമനസ്കനായ, കലർപ്പില്ലാത്ത, കറ കളഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ആദർശത്തിന്റെ ഉടമാൻ. അതിലേക്കാണ് ശിർക്ക് വന്നത്. അതിലേക്ക് അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന വിശ്വാസങ്ങളും കർമ്മങ്ങളും അതിലേക്ക് കടന്നു വന്നപ്പോഴാണ് അതിന്റെ പിൻതലമുറക്കാരനായി മുഹമ്മദ് നബി അള്ളാഹു നിയോഗിക്കുന്നത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം എല്ലാം എത്രയാണ് ശിർക്കിനെ പേടിച്ച്? വജ്നുബിനി വ ബനിയ അൻ നഅ്ബുദൽ അസ്നാം, പടച്ചോനെ എന്നെയും എൻ്റെ മക്കളെയും ശിർക്കിൽ നിന്ന് നീ അകറ്റി നിർത്തണമേ. മക്കൾ എന്ന് പറയുമ്പോൾ മക്കളും എല്ലാം പെട്ട് നമ്മളങ്ങനെ ദ്വാരുന്നുണ്ടോ? നമ്മൾ ദ്വാരുന്നുണ്ടോ? പറഞ്ഞുകൊണ്ടേയിരിക്കണം. ഇബ്രാഹിം നബിയുടെ മാർഗം മില്ലത്ത് സ്വീകരിക്കണം എന്ന് പറഞ്ഞാൽ ആ പ്രാർത്ഥനയും കാര്യങ്ങളുമാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അത്രത്തോളം ഭയപ്പെട്ടു. ആ മില്ലത്തിലേക്കാണ് ശിർക്ക് കലർന്നത്. അത് നേരെയാക്കിയാണ് നബി വരുന്നത്. അത് നേരെയാക്കിയതിന്റെ ശേഷേ നബി അള്ളാഹു മരിപ്പിക്കുകയുള്ളൂ എന്ന് തൗറാത്തിലുണ്ട്. അത് എങ്ങനെയാ നേരെയാക്കല്? എങ്ങനെയാണ് ഈ മില്ലത്തുൽ ഔജാ എന്ന ഇബ്രാഹിമി ആദർശത്തിലേക്ക് വന്ന ശിർക്കിനെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നേരെ ചൊവ്വയാക്കുന്നത്? ബി അൻ യഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആ സമൂഹത്തെ കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയിപ്പിക്കലാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയിപ്പിക്കാന്ന് പറഞ്ഞാൽ നമ്മളെക്കാളും മനസ്സിലാകും അറബികൾക്ക്. അജഅൽ ആലിഹത ഇലാഹൻ വാഹിദാ, ഇവൻ ആരാധ്യരെയെല്ലാം ഇലാഹുകളെല്ലാം ഒന്നാക്കുകയാണോ എന്ന് ചോദിച്ചവരാണ് അറബികൾ. അവൾക്കറിയാം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ അർത്ഥവും അതിന്റെ ആശയവും അതിന്റെ മൈനയും അതിന്റെ തരീഫും ഒക്കെ അവൾക്കറിയാം. നമ്മൾ പറഞ്ഞെടുക്കേണ്ടതില്ല. അതുകൊണ്ട് തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് അവരെ കൊണ്ട് പറയിപ്പിച്ചാൽ ഒരു നന്നായി. അതോടുകൂടെ ശിർക്കിൽ നിന്നും ഹറാമിൽ നിന്നും എല്ലാവിധ വേണ്ടാവൃത്തികളിൽ നിന്നും അവർ സുരക്ഷിതരായി തീരും. എന്നിട്ട് പറയാണ് അവർക്ക് തുറക്കും. അന്ധത ബാധിച്ച അവരെ കണ്ണുകൾ, ശിർക്ക് കൊണ്ടും ഹറാമ് കൊണ്ടും അന്ധത ബാധിച്ചു പോയ അവരെ കണ്ണുകൾ തുറക്കുവാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വേണം. അതേ പ്രകാരം തന്നെ അന്ധത ബാധിച്ച അവരെ ചെകിടുകൾ തുറക്കാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വേണം. അശ്രദ്ധ ബാധിച്ച അവരെ കൽബുകൾ തുറക്കാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വേണം. എന്ത് മനസ്സിലായി? തിന്മകളിൽ നിന്ന് സമ്പൂർണമായി മനുഷ്യൻ മുക്തനാകുവാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിലെ വിശ്വാസം ഊട്ടി ഉറപ്പിക്കപ്പെടുമ്പോൾ മാത്രമേ അത് സാധ്യമാവുകയുള്ളൂ, അത് സംസ്ഥാപിക്കപ്പെടുകയുള്ളൂ. ആ സംസ്ഥാപനമാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ നടത്തിയത്.
അല്ലാണ്ട് റസൂലിൻ്റെ വക പുതിയൊരാശയം കൊണ്ടുവന്ന് അത് റസൂലോടെ പറഞ്ഞ് പ്രചരിപ്പിക്കുകയല്ല ചെയ്തത്. ഇബ്രാഹീമി ആദർശത്തിൻ്റെ കലർപ്പ്, അതിലേക്ക് വന്ന ശിർക്കിൻ്റെ ലാഞ്ചനകൾ, അടയാളങ്ങൾ, ആസാറുകൾ, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്ത് തൗഹീദ് പറഞ്ഞ് പഠിപ്പിച്ച് വിശ്വസിപ്പിച്ച് ബോധ്യപ്പെടുത്തി എല്ലാവിധ തിന്മയിൽ നിന്നും മുക്തരാക്കി. അല്ലാത്ത ഒരു പ്രവൃത്തി കൊണ്ടും അല്ലാത്ത ഒരു സംഗതി കൊണ്ടും എത്ര മുന്തിയ ആദർശമാണെന്നെങ്കിലും ആളുകൾ നന്നാൻ പോകുന്നില്ല, സമൂഹത്തിൽ മാറ്റണ്ടാകാൻ പോകുന്നില്ല. നമുക്ക് നിങ്ങൾ ഇതിന് ഉദാഹരണം എത്ര ഉദാഹരണം പറയാണ്ട്. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം നസ്രാനിയത്തിൽ നിന്ന് ഇസ്ലാമിലേക്ക് വന്ന വ്യക്തിയാണ്, പ്രമുഖനായ സഹാബിയാണ്, പല യുദ്ധങ്ങളും നയിച്ച മഹാനായ അസ്സഹാബി, പ്രമുഖൻ റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഇസ്ലാമിലേക്ക് വന്നു ചെറുപ്രായത്തിൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ദഅവത്ത് കേട്ട്, ഈ പ്രബോധനം കേട്ട്, അത് ഉൾക്കൊണ്ട് തൗഹീദും ആഖിറവും മനസ്സിലാക്കിയും കൊണ്ട് ഈ ആദർശത്തിലേക്ക് വരികയുണ്ടായി. മാതാവ് പറഞ്ഞു, ഇതിവിടെ നടക്കൂല, ഇത് പറ്റില്ല, നീ ഈ ആദർശത്തിൽ നിന്ന് മാറിയേ പറ്റൂ, അതിൽ നിന്ന് നീ ഒഴിവാവുക തന്നെ വേണം. നീ അതിൽ നിന്ന് മുക്തനാവാതെ, മുഹമ്മദ് നബിയിൽ അവിശ്വസിക്കാതെ ഞാൻ ഇനി ഭക്ഷണം കഴിക്കുകയില്ല. എന്നിട്ട് ജനങ്ങൾ പറയണം എന്തെന്ന്, സയ്യിദ് മതം മാറിയത് കൊണ്ട്, ആദർശം മാറിയത് കൊണ്ട് ഭക്ഷണം കഴിക്കാതെ അവന്റെ ഉമ്മ മരിച്ചു എന്ന, ഉമ്മാനെ മരിപ്പിച്ചവൻ എന്ന ഒരു ദുഷ്പേര്, ഒരു ചീത്തപ്പേര് നിനക്ക് ലഭിക്കണം, അതുവരെ ഞാൻ ഈ ഭക്ഷണം കഴിക്കൂല. അങ്ങനെ പല പ്രാവശ്യങ്ങളിലായി കുടുംബക്കാർ ഭക്ഷണം നിർബന്ധിച്ചു കൊടുത്തു ഉമ്മാക്ക്. തുടർച്ചയായി 3 ദിവസം ഭക്ഷണം കഴിക്കാതെ തുടർച്ചയായി ക്ഷീണത്തിലായി. അപ്പോഴാണ് പരിശുദ്ധ ഖുർആനിൽ ഒരു ആയത്തിറങ്ങിയത്. ഏത്? വഇൻ ജാഹദാക അലാ അൻ തുശ്രിക ബി മാ ലൈസ ലക ബിഹി ഇൽമുൻ ഫലാ തുതിഉഹുമാ. നിന്റെ മാതാവോ പിതാവോ മാതാപിതാക്കൾ എന്നിൽ പങ്കു ചേർക്കുവാൻ വേണ്ടി അവർ നിന്നെ നിർബന്ധിച്ചാൽ നീ ഒരിക്കലും അവരെ വഴിപ്പെട്ടു പോകരുത്. ദുന്യവിയായ കാര്യങ്ങളിൽ നീ അവരോട് നല്ല പോലെ വർത്തിച്ചോ പ്രവർത്തിച്ചോ കുഴപ്പമില്ല, പക്ഷേ ഈ വിശ്വാസം, നിനക്ക് കിട്ടിയ ഈമാൻ, ഈ തൗഹീദ്, ഈ ആഖിറത്തുള്ള വിശ്വാസം, അതൊരിക്കലും നീ കളഞ്ഞു കുളിച്ചു പോവരുത്. ചരിത്രത്തിൽ കാണാം, സയ്യിദ് റളിയല്ലാഹു അൻഹു ഉമ്മാനോട് പോയിട്ട് പറയാന്ന്, ഉമ്മ നിങ്ങൾക്ക് 100 നഫ്സ് 100 തടി ഉണ്ടാവുക, ഞാൻ തൗഹീദ് ഉൾക്കൊണ്ടതിന്റെ പേരിൽ നിങ്ങളുടെ ഓരോ 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 തടിയും ഇങ്ങനെ മരിച്ചു 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 പോവുക. എന്നാലും ഈ സയ്യിദ് ഈ തൗഹീദിൽ നിന്ന് പിന്മാറുകയില്ല, ഈ ആദർശത്തിൽ നിന്ന് പിന്മാറുകയില്ല എന്ന് പറഞ്ഞു. എന്നും പിന്നീട് ഉമ്മ ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയിരുന്നു. അതൊരു അസറായിട്ട് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ എന്താ പറയുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ പരിവർത്തിച്ചെടുത്ത സമൂഹത്തിന്റെ, റസൂലുള്ള മാറ്റിമറിച്ച തൗഹീദിന്റെ, ലാ ഇലാഹ ഇല്ലല്ലാഹ്ന്റെ പ്രകടമായ പച്ചയായ ഉദാഹരണമാണ് സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഈമാനിക പ്രഖ്യാപനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് ഖൽബ് വിശുദ്ധാവുക. ഖൽബ് ശുദ്ധിയായാൽ ശരീരം മുഴുക്കെ അവന്റെ കാതും അവന്റെ കണ്ണും അവന്റെ കേൾവിയും എല്ലാം ശുദ്ധമായി. അതെങ്ങനെയാ? ആദ്യം തൗഹീദാകുന്ന ഉരക്കല്ല് കൊണ്ട് നമ്മുടെ ഖൽബ് ഇങ്ങനെ ഉരച്ച് ഉരച്ച് വൃത്തിയാക്കുക. അങ്ങനെ തെളിമയാർന്ന സഫാഉൽ ഖൽബ് എന്ന് പറയുന്ന തെളിഞ്ഞ കൽബിന്റെ, തൗഹീദ് കൊണ്ട് തെളിഞ്ഞ കൽബിന്റെ ആളുകളായി തീരുക. അപ്പൊ പിന്നെ നമുക്ക് വേറെ സംശയമുണ്ട്. അതല്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ പിന്നെ ശിർക്ക് എവിടുന്ന് വരാനാന്ന്? അങ്ങനെയാണെങ്കിൽ
ഏകദേശം 90% ആൾക്കാരും സ്വർഗത്തിൽ തന്നെയായിരിക്കും. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നിപ്പോൾ ഇവിടെ ഇസ്ലാമിലെ മുസ്ലിം പേരില്ലാത്തവനും പറയുന്നുണ്ട്. പറഞ്ഞവനൊക്കെ കിടക്കുകയാണെങ്കിൽ അവിടെ സൽമതിയാവില്ല, തികയൂല. റസൂൽ പറഞ്ഞെന്താണെന്നറിയാ? മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഹദീസ്, മൻ മാത വഹുവ യഅലമു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് റവാഹു മുസ്ലിം. ലാ ഇലാഹ ഇല്ലല്ലാഹ് അറിഞ്ഞുകൊണ്ട് പറഞ്ഞവൻ, അല്ലാണ്ട് പറഞ്ഞ മുഴുവൻ സ്വർഗത്തെ കിടക്കുന്നുള്ള ഹദീസ് സഹീഹാണ്. പക്ഷേ ആ ഹദീസിനെ വഹുവ യഅലമു, അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അറിയാം, അങ്ങനെ അറിഞ്ഞുകൊണ്ടാണ് അവൻ പറഞ്ഞത് എങ്കിൽ ദഖലൽ ജന്ന, സ്വർഗത്തിൽ കിടക്കുന്ന. മുസ്ലിം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് വഹുവ യഅലമു എന്ന ഭാഗം ഉള്ളത്. അറിഞ്ഞുകൊണ്ട് പറയണമെന്നാ റസൂലുള്ളാഹി പറഞ്ഞത്. വായു കൊണ്ട് ഇങ്ങനെ ആണെങ്കിലും മൂലക്കിരുന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ്, സ്വർഗപ്പ വരും എൻ്റെ മുമ്പിലേക്ക്. കിട്ടാൻ പോകുന്നില്ല. വഹുവ യഅലമു, എന്താ ഇൽമു എന്ന് പറഞ്ഞാൽ? എന്താണ് യഅലമു എന്ന് പറഞ്ഞാൽ? അതിൻ്റെ യാഥാർത്ഥ്യം എങ്ങനെയാണോ ഉള്ളത് ആ ഉള്ളതുപോലെ അറിഞ്ഞ് പഠിച്ച് വിശ്വസിച്ചുകൊണ്ട് അവൻ പറയുക. അപ്പം എന്തായിത്തീരും? അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹുവിനെ പറ്റിയുള്ള ഇൽമുള്ളവനാകും. ഇദ്റാഖു ശൈഇ അലാ മാ ഹുവ അലൈഹി ഇദ്റാഖൻ ജാസിമൻ. ഒരു കാര്യം എങ്ങനെയാണോ ഉള്ളത് ആ ഉള്ളതുപോലെ ഖണ്ഡിതമായി അറിയുന്നതിനാണ് ഇൽമ് എന്ന് പറയുന്നത്. എനിക്കങ്ങനെ തോന്നുന്നുണ്ട്, അങ്ങനെയാണ് അഭിപ്രായം. അതൊന്നും ഇൽമല്ല, അതൊന്നും ഇൽമിന്റെ പട്ടികയിൽ പെടുകയില്ല. അതൊക്കെ ഊഹം, ധാരണ, തോന്നല്, അതേ പറയാൻ പറ്റൂ. അതുകൊണ്ട് ശ്രദ്ധിക്കുക, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിന്റെ ആശയം നമ്മളിലും നമ്മളെ കുടുംബങ്ങളിലും ബന്ധുമിത്രാദികളും പരിസരത്തും മഹല്ലുകളിലും അതേ പ്രകാരം തന്നെ നാമുമായി ഇടപഴകുന്ന മേഖലകളിലും എല്ലാ ആളുകൾക്കും അതിന്റെ ആശയം പറഞ്ഞു കൊടുക്കുക. ആരാധിക്കപ്പെടാൻ യഥാർത്ഥമായ അൽ മുസ്തഹിഖ്, ലാ യസ്തഹിഖുൽ ഇബാദത ഇല്ലല്ലാഹ്, ആരാധനക്കർഹൻ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല. ശിർക്ക് സമൂഹത്തിലേക്ക് ഉറുമ്പരിച്ചു വരുന്നതിനേക്കാൾ ഗോപ്യമായ രീതിയിൽ വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യം ഇമാം ബുഖാരി തന്നെ അദ്ദേഹത്തിന്റെ അദബുൽ മുഫ്രദിൽ രേഖപ്പെടുത്തിയതായിട്ട് കാണാവുന്നതാണ്. അരിച്ചരിച്ച് വളരെ ഗോപ്യമായി മറഞ്ഞ ലശ്ശിർക്കു അഖ്ഫാ മിൻകും മിൻ ദബീബിൻ നമൽ എന്ന ഹദീസിന്റെ ലഫ്ള്, ശിർക്ക് നിങ്ങളിലേക്ക് ഉറുമ്പരിക്കുന്ന രീതിയിൽ, ഗോപ്യമായി മറഞ്ഞ രീതിയിൽ നിങ്ങളിലേക്ക് വന്നുവിടും. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഭയപ്പെടുക, ഈമാൻ സലാമത്തായി മരിച്ചു പോകാൻ വേണ്ടി ശ്രമിക്കുക. ആരെന്ത് എവിടെ എങ്ങനെ എന്ത് പറഞ്ഞാലും അത് നമ്മുടെ ഈമാനുമായി ബന്ധപ്പെട്ടതല്ല. എത്ര മുന്തിയ ഹോജ പറഞ്ഞാലും, എത്ര മുന്തിയ സൂഫി പറഞ്ഞാലും, എത്ര മുന്തിയതായിരിക്കുന്ന പച്ചപ്പതപ്പ് പുതച്ചവൻ പറഞ്ഞാലും, പച്ചത്തലയിട്ട് കെട്ടിയോൻ പറഞ്ഞാലും, ആര് പറഞ്ഞാലും ശരി, വഹുവ റദ്ദുൻ, അതൊന്നും ഖുർആൻ സുന്നത്തുമായി തട്ടിച്ചു നോക്കുമ്പോൾ സത്യമല്ല, യാഥാർത്ഥ്യമല്ല എങ്കിൽ തള്ളുക. ആ സമൂഹത്തിൽ ഉറച്ചു നിൽക്കാനാണ് വഅ്തസിമൂ ബിഹബ്ലില്ലാഹി ജമീഅ എന്ന് പറഞ്ഞത്. വഅ്തസിമൂ ബിഹബ്ലില്ലാഹി ജമീഅ, നിങ്ങൾ അള്ളാഹിന്റെ പാശം മുറുകെ പിടിക്കണം എന്നാൽ ഖുർആൻ മുറുകെ പിടിക്കണം. അതിലേക്ക് വന്ന് എല്ലാവരും ഒന്നായി പിടിക്കണം. അപ്പൊ എല്ലാവരും വിശ്വാസം ഒന്നാണ്. ആ ആശയത്തിലേക്ക് മടങ്ങുക, അതിനുവേണ്ടി പ്രവർത്തിക്കുക, അതിനുവേണ്ടി നമ്മൾ നമ്മുടെ സമയങ്ങൾ ചിലവഴിക്കുക, പണം ചിലവഴിക്കുക. അതെല്ലാം നമുക്ക് പരലോകത്ത് ഏറ്റവും വലിയ പുണ്യകരമായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ.